ഈ മൈൻഡ്ഫുൾ എക്സസൈസ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള, നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഇവൻസിനെ, അത് നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മൈൻഡിലും ഉണ്ടാക്കിയിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റിനെ പൂർണ്ണമായും കുറയ്ക്കുന്ന ഒന്നാണ് നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്രോമ എത്ര തന്നെ വലുതാണെങ്കിലും നിങ്ങൾ കടന്നുപോയ എക്സ്പീരിയൻസ് അത് പൂർണ്ണമായും നിങ്ങളുടെ കൺട്രോളിൽ തന്നെയായിരിക്കും. പ്ലീസ് റിമെമ്പർ, അത് ഈ തെറാപ്പിയിലുടനീളം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വേണമെങ്കിലും നമ്മൾക്കിതിനെ കാണാം. ഇനിയുള്ള ലൈഫിൽ കൂടുതൽ ശ്രദ്ധിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഓൾറെഡി നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് ഫിസിക്കലായാലും ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ആയാലും, അല്ലെങ്കിൽ ഒരു മെൻ്റലി, ഇമോഷണലി, അല്ലെങ്കിൽ ഈവൻ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയാലും, എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് കേവലം കഴിഞ്ഞുപോയ ഒരു എക്സ്പീരിയൻസ് മാത്രമായിരുന്നുവെന്നും എൻ്റെ സോളിൻ്റെ ഇന്നർ സ്ട്രെങ്തിൻ്റെ മുന്നിൽ അത് വളരെ ചെറിയൊരു കുമിള മാത്രമാണെന്നും തിരിച്ചറിയുക. നോർമലി ഇതൊരു തെറാപ്പിസ്റ്റിൻ്റെ കൂടെ ഇരുന്നാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പേരിലേക്ക് ഇതെത്താനും അവർക്കൊക്കെ ഹീലിംഗ് നടക്കാനുമായിട്ട് വളരെ സേഫായിട്ടാണ് കേട്ടോ ഞാനിത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രോമയ്ക്കും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്തിനെയോ നിങ്ങളുടെ ആത്മാവിനെയോ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ല. അതാണ് സത്യം. പക്ഷെ പലപ്പോഴും ആ എക്സ്പീരിയൻസിൻ്റെ മെമ്മറീസും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്തതുമാണ് കൂടുതൽ പേരുടെയും പ്രശ്നം. ലൈഫിലുണ്ടാവുന്ന ഓരോ ചലഞ്ചസും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്തിലൂടെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുന്നതാണെന്നും, നിങ്ങളുടെ പാസ്റ്റ് അല്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫെന്നും, നിങ്ങളെന്നാൽ നിങ്ങളുടെ ട്രോമ അല്ലെന്നും, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണെന്നും, നമ്മൾ ശരീരമല്ല, മനസ്സല്ല, അല്ലെങ്കിൽ ഇമോഷൻസ് പോലുമല്ല, വി ആർ ദ പ്യുവർ സോൾസ് എന്ന തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. സോ പ്ലീസ് ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ്. നിശബ്ദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷനിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ഇരിക്കുകയാണെങ്കിൽ ചെരുപ്പുകൾ ഊരിമാറ്റി ഗ്രൗണ്ട് ചെയ്യാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രൈ ടു ബ്രീത്ത് നോർമലി. പതിയെ റിലാക്സേഷൻ. തലയുടെ മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് കണ്ണുകൾ. പ്ലീസ് റിലാക്സ്. മൂക്ക്, ചുണ്ട്, your jawline relax. Back side of your head relax. Your right hand shoulder, please relax. Please relax. And your fingers. Your left hand going down your chest area. Observe the breathing. ശ്വാസം എടുക്കുന്നതും വിടുന്നതും എല്ലാം ശ്രദ്ധിക്കുക. And going deeper, ആ ഒരു സ്റ്റൊമക് പോർഷൻ, വയറിൻ്റെ ഭാഗം പൂർണ്ണമായും ശ്രദ്ധിക്കുക. Relax, and your hip area relax completely, and your thighs, your right leg and your left leg, and your foot, and relax completely. Total relaxation. മനസ്സിനെ പതിയെ പുറകിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ ഓർമ്മയിൽ അടുത്തിടെ നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച സമയം, അതിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അഭിമാനിച്ചൊരു ഡേ.
നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് കരുതിയൊരു കാര്യം നിങ്ങൾ ചെയ്ത ആ ഒരു മൊമെൻറ്റ്, അതിനെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു ഫാമിലി ഇവൻ്റ് ആവാം. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് അപ്രീസിയേഷൻ ഒന്നും മറ്റുള്ളവരുടെ നിന്ന് കിട്ടിക്കാണില്ലായിരിക്കാം. പക്ഷേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു മൊമെൻറ്റ്, അങ്ങനെ ഒരു മൊമെൻറ്റ് ലൈഫിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്തൊരു മൊമെൻറ്റ്. ചിലപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് വേണ്ടാന്ന് വെച്ച് തിരിച്ചു നടന്നൊരു മൊമെൻറ്റ്. അതാണ് ഏറ്റവും ധൈര്യമുള്ള ആ മൊമെൻറ്റ് വേണമെങ്കിലാവാം. ഈ ഒരു മൊമെൻറ്റിനെ മനസ്സിലേക്ക് പതിയെ കൊണ്ടുവരിക. പ്ലീസ് ബി ഓപ്പൺ ടു ദിസ് ഹാപ്പി ഫീലിംഗ്. പ്ലീസ് ടെൽ യുവർ മൈൻഡ് ടു ബി ഓപ്പൺ. കൂടുതൽ ഇൻറ്റൻസിറ്റിയിലേക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുക. മനസ്സിൽ അതിൻ്റെ പിക്ചർ പൂർണ്ണമായും നിലനിർത്താനായി ശ്രമിക്കട്ടെ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. കൂടുതൽ കൂടുതൽ കളർഫുൾ ആവട്ടെ. നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്നവർ ഹാപ്പിയായി നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നതും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതെല്ലാം ഒന്ന് കാണാനായി ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ ശരീരത്തിലേക്കും നിറയട്ടെ. ഈ സന്തോഷം കൂടാതെ മറ്റെന്തെങ്കിലും ഇമോഷൻ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് മെല്ലെ ശ്രദ്ധിക്കുക. ഒരു സെൽഫ് റെസ്പെക്റ്റോ, ഒരു അഭിമാനമോ, ഡിഗ്നിറ്റിയോ, എനിത്തിങ്. ഇനി പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഇറ്റ്സ് നാച്ചുറൽ. മനസ്സിനോട് പറയുക, ഇത്രയും സന്തോഷവും അഭിമാനവും തന്ന ഈ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെന്നും നിലനിൽക്കും. ഞാനൊന്ന് ഓർക്കുക മാത്രം മതി. Remember that you are stronger than your struggles. You are powerful, and please trust your body to heal. Thank you for your courage to remember who you really are. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ കാണിച്ച ഈ ധൈര്യത്തിന് നന്ദി. ഇത് നിങ്ങളുടെ ധൈര്യമാണ്. ഇത് എന്നും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പ്ലീസ് റിമെമ്പർ. നിങ്ങൾ കടന്നുപോയ ട്രോമാറ്റിക് ആയ ഒരു ചലഞ്ച് നിങ്ങൾക്ക് അനേകം തെറ്റായ ബിലീഫ് പാറ്റേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ഓരോ സ്റ്റെപ്പും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്, അതാണ് നാളെ നിങ്ങളുടെ ഫ്യൂച്ചർ. 1 step at a time. ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റെപ്പുകൾ ചേർന്ന് ഒരു വലിയ ഫ്യൂച്ചർ. പക്ഷേ ആ കുഞ്ഞ് സ്റ്റെപ്പ് എടുക്കുന്ന നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു. താങ്ക് യു ഫ്രം ഹീലിംഗ് ട്രീ ബൈ ഇന്ദുലേഖ.